ഇതിൽ കൂടുതൽ 55% ആക്ച്വലി പാകിസ്ഥാൻ കൊണ്ടുപോയത്. നമ്മുടെ കയ്യിൽ 45 ഉള്ളൂ. പക്ഷേ 1963 ഇതിന്റെ 20% ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തു. അക്ഷം വാലി, അക്സൈച്ചിൻ എന്നല്ല, അക്സൈച്ചിൻ അല്ലെങ്കിലും നമ്മുടേതാണ്, അത് ചൈന ഓക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 1962 ഓക്യുപ്പൈ ചെയ്തതാണ്, നമ്മുടെ പ്രദേശമാണ്. അക്സൈച്ചിനോട് ചേർത്ത് കിടക്കുന്ന ഒരു 20% ഉണ്ട്. അക്ഷം വാലി, അക്ഷം താഴ്വര. ഈ അക്ഷം താഴ്വര ചൈനയ്ക്ക് കൊടുത്തു. അത് എന്തിനു കൊടുത്തെന്ന് വെച്ചാൽ ചൈനയും അയൂബ് ഖാനും തമ്മിലാണ് കരാറപ്പെട്ടത്. എന്തിനു ചെയ്തെന്ന് പറഞ്ഞാൽ അന്നോട്ട് ഇന്ത്യ തർക്കിക്കുന്നുണ്ട്. ചൈനയ്ക്ക് അവിടെ ഒരു കാര്യം, ചൈന ചെയ്തത് ശുദ്ധ ഹൂളിഗനിസമാണ്, എഗൻസ്റ്റ് ഓൾ. അതിനേക്കാളും വേഴ്സാണ്. കാരണം ഞാൻ ചൈനയ്ക്ക് അവിടെ യാതൊരു സേയിങ്ങും ഇല്ല ഈ അക്ഷം വാലിയില്. എന്നിട്ടും ചൈന അതുവഴി ഇത് കാരക്കോറം ഹൈവേ പണിതു. കാരക്കോറം ഹൈവേ പിന്നെ ഇവിടുന്ന് സിങ്യാങ് പ്രോവിൻസിലേക്ക് നമ്മുടെ പാകിസ്ഥാന്റെ മറ്റേ പോർട്ടുണ്ടല്ലോ, നമ്മുടെ അറേബ്യൻ ഓഷനിലുള്ള ഒരു പോർട്ടുണ്ട്, അല്ലല്ല, ചബഹാറിന്റെ അപ്പുറത്ത് ചൈന പണിത് കൊടുത്ത ഒരു പോർട്ടുണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. ആ പോർട്ടിൽ നിന്ന് ചൈനീസ് ഷിപ്പ് സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇന്ത്യ മലാക്ക സ്ട്രൈറ്റിൽ ചൈനയെ പൂട്ടിയത് തന്നെ ഇതുവഴി കുറച്ച് സാധനം ഉള്ള. എന്നാൽ അതെങ്കിൽ അത് പിന്നെ ഒരിക്കലും ചൈന വിചാരിച്ചിട്ടുണ്ട് നമ്മൾ റഷ്യ ആയിട്ട് അടുക്കരുത്. പിന്നെ ടാജിക്കിസ്ഥാൻ പിന്നെയാണ് വന്നത്. ആ പ്രദേശത്തുള്ള ആരുമായിട്ടും നമ്മൾ സെൻട്രൽ ഏഷ്യ ആയിട്ട് അടുക്കരുതെന്ന് വെച്ചിട്ട് പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ അവിടെ ഈ അക്ഷം വാലി ചൈനയ്ക്ക് എഴുതി കൊടുത്തു. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് അവേ അതുവഴി അങ്ങ് പോകായിരുന്നു. ഗിൽജിത് ബാൽറ്റിസ്ഥാൻ വഴി. നാളെ കാലത്ത് ഗിൽജിത് ബാൽറ്റിസ്ഥാൻ നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് അതുവഴി കയറി ആ വക്കാൻ കോറിഡോർ വഴി വേണം. അത് ചൈന കയറി ഇപ്പൊ ഗിൽജിത് ബാൽറ്റിസ്ഥാൻ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഇത് ഇങ്ങനെ ഒരു ഓള് പോലെ ചൈന ഈ അക്ഷം വാലിയിൽ അവിടെ ചൈന ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്.